കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രമുഖ നേതാക്കളെ ഇഡി പ്രതി ചേർത്തതോടെ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ സിപിഐഎം. തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ മനഃപൂർവ്വം ഇഡി വേട്ടയാടുന്നുവെന്നാണ് നേതാക്കളുടെ പ്രതികരണം. രാഷ്ട്രീയമായും നിയമപരമായും നേരിടുന്നതിന്റെ ഭാഗമായി ഏരിയ തലത്തിൽ ജനകീയ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാനാണ് തീരുമാനം. വൈഎസ് അഭിനന്ദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിനന്ദ്, ഗുഡ് മോർണിംഗ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പ്രമുഖ നേതാക്കളുടെ പേരുൾപ്പെടെ ഇഡി സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം പ്രതിരോധിക്കാനാണ് ഇപ്പോൾ പാർട്ടിയുടെ നീക്കം? പ്രത്യേകിച്ച് പാർട്ടി തന്നെ പ്രതിയായ ഒരു കേസാണിത്. ഗുഡ് മോർണിംഗ്. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഇഡി രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിച്ചതോടെ സിപിഎമ്മിന്റെ മുൻ 3 ജില്ലാ സെക്രട്ടറിമാരാണ് പ്രതി ചേർക്കപ്പെട്ടത്. ഇതോടുകൂടി ജില്ലയിൽ തന്നെ സംസ്ഥാനത്ത് തന്നെ വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിലാണ് സിപിഎം. തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇഡി മനഃപൂർവ്വം വേട്ടയാടുന്നു എന്നായിരുന്നു ഇന്നലെ നേതാക്കൾ പ്രതികരിച്ചത്. ഇതിന്റെ ഭാഗമായി ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക എന്നതാണ് സിപിഐഎമ്മിന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഇന്നലെ തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ നടത്തിയിരുന്നു. ഏരിയ തലത്തിൽ ജനകീയ ക്യാമ്പയിൻ അടക്കം സംഘടിപ്പിച്ച് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സിപിഐഎം തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒന്നാം ഘട്ട കുറ്റപത്രത്തിനകത്ത് ആദ്യം ബാങ്ക് ഉദ്യോഗസ്ഥരെ, പിന്നീട് പ്രാദേശിക നേതാക്കളെ അടക്കമായിരുന്നു പ്രതി ചേർത്തത്. പിന്നീട് സിപിഎമ്മിന്റെ തന്നെ മുതിർന്ന നേതാക്കളിലേക്ക് അന്വേഷണം പോകുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കാൻ വേണ്ടി കെ രാധാകൃഷ്ണൻ, MM വർഗീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇഡി ഓഫീസിൽ നേരിട്ടെത്തി ചോദ്യം ഹാജരാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ കുറ്റപത്രത്തിൽ ഇവർ 3 പേരും പ്രതിയാക്കപ്പെട്ട നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കെ രാധാകൃഷ്ണനും AC മൊയ്തീനും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചു. പാർട്ടിയുമായി ആലോചിച്ച് കൂടുതൽ നടപടികൾ സ്വീകരിക്കും. ഇഡി മനഃപൂർവ്വം വേട്ടയാടുന്നു എന്നായിരുന്നു ഇവർ 2 പേരും പ്രതികരിച്ചിരുന്നത്. പക്ഷേ സിപിഎമ്മിന്റെ മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കൂടുതൽ രാഷ്ട്രീയ പ്രതികരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാകും. എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ സംസ്ഥാന വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് സിപിഐഎമ്മിന്റെ നിലവിലെ തീരുമാനം. ശരി, കുറ്റപത്രത്തിൽ മുതിർന്ന നേതാക്കളുടെ പേര് ഉൾപ്പെടുത്തിയതും പാർട്ടിയെ തന്നെ പ്രതിയാക്കിയതും രാഷ്ട്രീയ വേട്ടയുടെ ഭാഗമാണ് എന്നാണ് സിപിഐഎം വിമർശിക്കുന്നത്. അത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനുള്ള നീക്കമാണ് പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്.